നമസ്കാരം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കാനഡയിലെ കമ്പനിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നതോടെ വീണ വിജയനെ കാണുവാനില്ലെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്നലെയാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തുവരുന്നത്. ഇതിനു പിന്നാലെ സ്കൈ 11 എന്ന കമ്പനിയിൽ നിന്നും വീണ വിജയൻ അപ്രത്യക്ഷയായി. മാനേജിംഗ് ഡയറക്ടറുടെ അടക്കം പേരുകളിൽ അതിവേഗത്തിലാണ് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പൊടുന്നനെ കനേഡിയൻ കമ്പനിയുടെ ഉടമയായി മാറിയത് എക്സാലോജിക്കിന്റെ മുൻ സഹയാത്രികനും വീണ വിജയന്റെ അടുപ്പക്കാരനുമായ ദീപക് യശ്വന്ത് സായിബാബ എന്നയാളാണ്. മാത്രമല്ല ദ സ്കൈ 11 ഇൻകോർപ്പറേറ്റ് എന്ന കനേഡിയൻ കമ്പനിക്കും എക്സാലോജിക്കിനും തമ്മിലുള്ള ബന്ധത്തിന് തെളിവുകൾ ഏറെയുണ്ട്. ലാവ്ലിന്റെ നാട്ടിലെ കമ്പനിയിൽ തുടരുന്നത് ഇപ്പോഴും ദുരൂഹതയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് കാനഡയിലും കമ്പനിയുണ്ടെന്ന വാർത്ത വന്നതിന് പിന്നാലെ ഭയന്ന് പറഞ്ഞ പിണറായി കുടുംബം ഡയറക്ടറെ തന്നെ മാറ്റുകയായിരുന്നു. കനേഡിയൻ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറെ അടക്കം മാറ്റാനുള്ള തീരുമാനം മണിക്കൂറുകൾക്കുള്ളിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇതോടെ ദ സ്കൈ 11 ഇൻകോർപ്പറേറ്റ് എന്ന കനേഡിയൻ കമ്പനി സംശയത്തിന്റെ നിഴലിലായി. വീണ വിജയന്റെ അച്ഛൻ പിണറായി വിജയൻ പ്രതിസ്ഥാനത്തുള്ള ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട SNC ലാവ്ലിൻ കമ്പനിയുടെ ആസ്ഥാനമാണ് കാനഡ. ഇവിടെയാണ് വീണ വിജയന്റെ കമ്പനി എന്നത് ഏറെ ദുരൂഹതയുണർത്തുന്നുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത് ഫെബ്രുവരി 14-നാണ്. ഇതിന് പിന്നാലെയാണ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറെ അടക്കം മാറ്റാൻ തീരുമാനമുണ്ടായതും ഇത് സംബന്ധിച്ച അപേക്ഷകൾ നൽകിയിരിക്കുന്നതും. 2023 മാർച്ച് 31-നാണ് കാനഡയിൽ വീണ വിജയൻ കമ്പനി ഉണ്ടാക്കിയത്. അതായത് എക്സാലോജിക് കമ്പനി പൂട്ടിയതിനു പിന്നാലെ ലാവ്ലിന്റെ ആസ്ഥാനമായി കാനഡയിൽ പുതിയ കമ്പനി തുടങ്ങിയെന്നതാണ് യഥാർത്ഥ വസ്തുത. രവി പിള്ളയുടെ കമ്പനിയിലെ ജോലിക്കാരിയായിരുന്ന വീണ ബംഗളൂരുവിൽ തുടങ്ങിയ എക്സാലോജിക് പല വിവാദങ്ങളിൽ കുടുങ്ങിയിരുന്നു. ഇതെല്ലാം ഇപ്പോൾ അന്വേഷണത്തിന്റെ പരിധിയിലാണ്. ഇതിനോടൊപ്പമാണ് കാനഡയിലെ കമ്പനിയുടെ വിവരങ്ങൾ പുറത്തു വന്നതും. ഇതിനു പിന്നാലെ കമ്പനിയുടെ വിവരങ്ങളിൽ മാറ്റം വരുത്തുകയായിരുന്നു. വീണ വിജയന്റെ കാനഡയിലെ സ്ഥാപനം രജിസ്റ്റർ ചെയ്ത വീടിന്റെ ചിത്രമടക്കം പുറത്തു വന്നിട്ടുണ്ട്. ദ സ്കൈ 11 ഇൻകോർപ്പറേറ്റ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. കാനഡയിൽ ഈ കമ്പനിക്കുള്ള ഔദ്യോഗിക നമ്പർ 14898346 എന്നാണ്. 2023 തുടങ്ങിയ കമ്പനി ഇപ്പോഴും ആക്റ്റീവായി തന്നെയാണ് പ്രവർത്തിച്ചു വരുന്നത്. ഒരു ഡയറക്ടർ മാത്രമാണ് ഈ കമ്പനിക്കുള്ളത്. അത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ തന്നെ. സിഗ്നൽ ഹയർ എന്ന ആധികാരികമായ വെബ്സൈറ്റിൽ ഈ ഡയറക്ടറുടെ പേര് വിവരങ്ങൾ വ്യക്തമായി കിട്ടും. ഇതാണ് വീണ വിജയനിലേക്ക് വിരൽ ചൂണ്ടിയതും. ഈ വിവരങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളാണ് കമ്പനിയുടെ ഡയറക്ടർ എന്ന് വ്യക്തമാകുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച വാർത്തകൾ വന്നതിന് പിന്നാലെ ഇവിടെയെല്ലാം തിരുത്തലുകൾ വന്നു. പൊടുന്നനെ തന്നെ കമ്പനിയുടെ ഡയറക്ടർ മാറി. ദീപക് യശ്വന്ത് സായിബാബയാണ് ഇപ്പോൾ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ. കഴിഞ്ഞ ദിവസം അതായത് 14-ന് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നു. 15-ന് ഇന്നലെ മാനേജിംഗ് ഡയറക്ടറെ മാറ്റാൻ അപേക്ഷ നൽകി. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കേരള ടൈംസിന് ലഭിച്ചിട്ടുണ്ട്. അതായത് ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ മാനേജിംഗ് ഡയറക്ടറെ തന്നെ മാറ്റിക്കൊണ്ട് രേഖകളിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. കമ്പനിയുടെ അഡ്രസ് അടക്കം മാറിയിട്ടുണ്ട്. എക്സാലോജിക്കുമായി ബന്ധമുള്ളയാളാണ് കനേഡിയൻ പൗരത്വമുള്ള ദീപക് യശ്വന്ത് സായിബാബ. എക്സാലോജിക്കിലെ ജീവനക്കാരായിരുന്നു മുമ്പ് ഈ ദീപക് യശ്വന്ത് സായിബാബ. കമ്പനിയുടെയും വീണയുടെയും ലിങ്ക്ഡിൻ പ്രൊഫൈലുകളിൽ നേരത്തെ ഈ കനേഡിയൻ കമ്പനിയുടെ വിവരങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ കനേഡിയൻ കമ്പനിയുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ മാനേജിംഗ് ഡയറക്ടറായിട്ട് വീണ വിജയന്റെ പ്രൊഫൈലും ഉണ്ടായിരുന്നു. അതായത് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട 4 പേരുടെ വിവരങ്ങളായിരുന്നു ഈ കമ്പനിയുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ഉണ്ടായിരുന്നത്. അതിൽ 14-ാം തീയതി വരെ വീണ വിജയന്റെ പേരും പ്രൊഫൈലും ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്നലെ മുതൽ വീണ വിജയന്റെ പേരും പ്രൊഫൈലും അവിടെ നിന്ന് അപ്രത്യക്ഷമായി. കനേഡിയൻ സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് തന്നെ മാനേജിംഗ് ഡയറക്ടറുടെ മാറ്റത്തിനുള്ള അപേക്ഷ നൽകിയത് ഫെബ്രുവരി 15-നാണെന്ന് വ്യക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കേരള ടൈംസിന് ലഭിച്ചിട്ടുണ്ട്. വീണ വിജയന് കാനഡയിലും കമ്പനിയുണ്ടെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രിക്ക് മകൾക്ക് ഒന്നും ഭയക്കാനില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് കാനഡയിലും കമ്പനിയുണ്ടെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെ കമ്പനിയുടെ ഉടമസ്ഥരുടെ പേരുകളിലും മേൽവിലാസത്തിലും തിടുക്കപ്പെട്ട് മാറ്റങ്ങൾ വരുത്തിയത് എന്തിനാണ്? കാനഡയിലെ ടൊറന്റോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്കൈ 11 ഇൻകോർപ്പറേറ്റ്സ് എന്ന ഈ കമ്പനിയുടെ ഡയറക്ടർഷിപ്പിലും വിലാസത്തിലുമാണ് കഴിഞ്ഞ ദിവസം മാറ്റം വരുത്തിയത്. എക്സാലോജിക് എന്ന കമ്പനി മരവിപ്പിച്ച മാസങ്ങൾക്കുള്ളിലാണ് കാനഡയിൽ ദ സ്കൈ 11 ഇൻകോർപ്പറേറ്റ് എന്ന പേരിൽ കമ്പനി തുടങ്ങുന്നത്. കാനഡയിലെ ടൊറന്റോ ആസ്ഥാനമായി 2023 മാർച്ച് 31-നാണ് കമ്പനി രജിസ്റ്റർ ചെയ്തത്. പ്രൊഫഷണലുകൾക്കും സ്ഥാപനങ്ങൾക്കും കൺസൾട്ടൻസി ട്രെയിനിങ് സേവനങ്ങൾ നൽകുന്ന കമ്പനി എന്നാണ് വെബ്സൈറ്റിൽ കാണിക്കുന്നത്. സ്കൈ 11-ന്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ 4 അസോസിയേറ്റ് മെമ്പർമാരിൽ 3 പേരും എക്സാലോജിക്കുമായി ബന്ധമുള്ളവരാണ്. അതായത് എക്സാലോജിക്കിന്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന വീണ വിജയൻ സ്കൈ 11 ഇൻകോർപ്പറേറ്റിന്റെ മാനേജിംഗ് ഡയറക്ടർ. ഇതുകൂടാതെ എക്സാലോജിക്കുമായി ബന്ധമുള്ള 2 പേർ കൂടി ഈ കനേഡിയൻ കമ്പനിയിലുണ്ട്. അതിൽ ഒരാളാണ് ഇപ്പോൾ വീണയ്ക്ക് പകരം മാനേജിംഗ് ഡയറക്ടറായി വന്നിരിക്കുന്നത്.
മറ്റൊരാൾ ജീവൻ കെയൻ എന്ന പേരുള്ളയാളാണ്. എക്സാലോജിക്കിന്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പറായി പ്രവർത്തിച്ചിരുന്ന ജീവൻ കെയൻ തന്നെയാണ് ഇപ്പോൾ ദ സ്കൈൽ വൺ ഇൻകോർപ്പറേറ്റിന്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പറും. അങ്ങനെ എക്സാലോജിക്കും വീണ വിജയനും ദ സ്കൈൽ വൺ ഇൻകോർപ്പറേറ്റും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇത്തരം വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് മുഖ്യമന്ത്രിക്കും മകൾക്കും വലിയ ഭയപ്പാടുണ്ടാകുന്നത്. ഇത്തരം കടലാസ് കമ്പനികൾ രൂപീകരിച്ച് തട്ടിപ്പ് നടത്തിയ സമയങ്ങളിലൊന്നും ഇത്തരം ഭയങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇത്തരം വിവരങ്ങൾ പുറത്തു വരികയും പിടിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഭയവും വെപ്രാളവും. അതിന് പിന്നാലെയാണ് മാനേജിംഗ് ഡയറക്ടറെ അടക്കം മാറ്റി എല്ലാ വിവരങ്ങളും പുറത്തു വരാതെ മൂടിവെക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ കരം എവിടെയെങ്കിലും ഒരു തെളിവ് അവശേഷിപ്പിക്കുമെന്ന് പറയുന്നത് പോലെയാണ് ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറെ ഇന്നലെ മാറ്റാൻ അപേക്ഷ നൽകിയിരിക്കുന്നത്. മാത്രമല്ല കമ്പനിയുടെ അഡ്രസ് അടക്കം മാറ്റാനുള്ള അപേക്ഷയാണ് കാനഡ സർക്കാരിന് ഈ കമ്പനി നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ രണ്ട് പ്രൊഫൈലുകൾ 14-ാം തീയതി ഈ കനേഡിയൻ കമ്പനിയുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ അസോസിയേറ്റ് മെമ്പേഴ്സായി വീണ വിജയനും ജീവൻ കെയനും അടക്കം 4 പേരായിരുന്നു. എന്നാൽ 15-ാം തീയതി അതായത് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകൾ പുറത്തു വന്നതോടെ വീണ വിജയൻ അതിൽ നിന്ന് അപ്രത്യക്ഷയായി. 14-ാം തീയതിയിലെയും 15-ാം തീയതിയിലെയും ഈ കനേഡിയൻ കമ്പനിയുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിന്റെ സ്ക്രീൻഷോട്ടുകൾ പ്രേക്ഷകർക്കായി ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി വിലയിരുത്തിയിട്ട് വേണം ഈ തട്ടിപ്പ് സംഘം എന്തൊക്കെയാണ് ജനങ്ങളിൽ നിന്നും മറയ്ക്കുന്നതെന്നും എത്രമാത്രം വലിയ തട്ടിപ്പുകളും കൊള്ളകളുമാണ് ഇവർ നടത്തുന്നതെന്നും വിലയിരുത്താൻ.